ഇഗ്നൈറ്റിംഗ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആധുനിക ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. SSCRT പാഠപുസ്തകങ്ങളെല്ലാം തന്നെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് സമയം കളയാതെ എപ്പിസോഡിലേക്ക് കടക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മൂന്നാം ഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിനമാണ് 1915 ജനുവരി 9. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ മാർഗത്തിനായി ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ഗാന്ധിജി നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യ സമരം 1917 ചമ്പാരൻ സമരമാണ്. ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. ഗാന്ധിജി ഗുജറാത്തിലെ ഖേഡയിൽ നികുതി നിഷേധ സമരത്തിന് നേതൃത്വം നൽകിയ വർഷം 1918. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും രഹസ്യ വിചാരണ നടത്താനും വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാനും ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് നിയമം. ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം റൗലറ്റ് നിയമത്തിനെതിരെ കരിദിനമായി ആചരിച്ച ദിനമാണ് 1919 ഏപ്രിൽ 6. ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ കൂട്ടം കൂടിയത് ആരുടെ അറസ്റ്റിനെതിരെ പ്രതിഷേധിക്കാനായിരുന്നു? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ദിനം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകിയ പദവിയാണ് കൈസർ-എ-ഹിന്ദ്. ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മൂന്നാം ഘട്ടമാണ് ഗാന്ധിയൻ ഘട്ടം എന്നറിയപ്പെടുന്നത്. 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണിത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ മാർഗത്തിനായി ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ഗാന്ധിജി നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം 1917 ചമ്പാരൻ സമരമാണ്. ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടി. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. ഗാന്ധിജി ഗുജറാത്തിലെ ഖേഡയിൽ നികുതി നിഷേധ സമരത്തിന് നേതൃത്വം നൽകിയ വർഷം 1918. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും രഹസ്യ വിചാരണ നടത്താനും വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാനും ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് നിയമം. ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം റൗലറ്റ് നിയമത്തിനെതിരെ കരിദിനമായി ആചരിച്ച ദിനം 1919 ഏപ്രിൽ 6. ജാലിയൻ വാലാബാഗിൽ ജനം കൂട്ടം കൂടിയത് ആരുടെ അറസ്റ്റിനെതിരെ പ്രതിഷേധിക്കാനായിരുന്നു? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ദിനം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകിയ പദവിയാണ് കൈസർ-എ-ഹിന്ദ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പങ്കുവഹിച്ച മൈക്കിൾ ഒ ഡയറിനെ ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ച ധീരദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ദിനം 1940 ജൂലൈ 31. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തുന്ന ഉസ്മാനിയ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി അറിയപ്പെടുന്നത് ഖലീഫ എന്ന പേരിലാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ്റെ എതിർപക്ഷത്തായിരുന്ന തുർക്കി സാമ്രാജ്യത്തിനെതിരെ ബ്രിട്ടീഷുകാർ കൈക്കൊണ്ട നടപടികളിൽ പ്രതിഷേധിക്കാൻ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ പ്രധാന നേതാക്കൾ അലി സഹോദരന്മാരാണ്. മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. റൗലറ്റ് നിയമത്തിനെതിരായ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ഗാന്ധിജിയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ഗാന്ധിജിയാണ്. ഖിലാഫത്ത് ദിനമായിട്ട് ഇന്ത്യയിലുടനീളം ആചരിച്ചത് 1919 ഒക്ടോബർ 17. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ബഹുജന സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്
നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം 1920 കൽക്കത്തയിൽ നടന്ന പ്രത്യേക സമ്മേളനമാണ്. നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായിട്ട് ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയ കത്തിലെ വാക്കുകൾ ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്നതാണ്. നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ബഹിഷ്കരണ പ്രവർത്തനങ്ങളാണ് വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, കോടതി ബഹിഷ്കരണം, പദവികളും ഉദ്യോഗങ്ങളും ഉപേക്ഷിക്കൽ മുതലായവ. നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ക്രിയാത്മക പ്രവർത്തനങ്ങളാണ് ഖാദി പ്രചാരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ, ഹിന്ദു മുസ്ലിം ഐക്യം മുതലായവ. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് 1921 മലബാർ കലാപമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് 1920 ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന ഖിലാഫത്ത് നേതാവാണ് മൗലാന ഷൗക്കത്ത് അലി. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1920. പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദാണ്. മലബാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയതിൽ ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെട്ട നേതാക്കളാണ് ആലി മുസ്ലിയാറും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും. വാഗൺ കൂട്ടക്കൊല അഥവാ വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10 വാഗൺ ട്രാജഡിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 72. ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പങ്കുവഹിച്ച മൈക്കിൾ ഒ ഡയറിനെ ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ച ധീരദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ദിനം 1940 ജൂലൈ 31. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി അറിയപ്പെട്ടിരുന്നത് ഖലീഫ എന്ന പേരിലാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ്റെ എതിർപക്ഷത്തായിരുന്ന തുർക്കി സാമ്രാജ്യത്തിനെതിരെ ബ്രിട്ടീഷുകാർ കൈക്കൊണ്ട നടപടികളിൽ പ്രതിഷേധിക്കാൻ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ പ്രധാന നേതാക്കളാണ് അലി സഹോദരന്മാർ, മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. റൗലറ്റ് നിയമത്തിനെതിരായ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ഗാന്ധിജിയാണ്. ഖിലാഫത്ത് ദിനമായി ഇന്ത്യയിലുടനീളം ആചരിച്ചത് 1919 ഒക്ടോബർ 17. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ബഹുജന സമരം നിസ്സഹകരണ സമരമായിരുന്നു 1920. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം 1920 കൽക്കത്തയിൽ നടന്ന പ്രത്യേക സമ്മേളനമാണ്. നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായിട്ട് ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയ കത്തിലെ വാക്കുകൾ ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്നതാണ്. നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി നടന്ന ബഹിഷ്കരണ പ്രവർത്തനങ്ങളാണ് വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, കോടതി ബഹിഷ്കരണം, പദവികളും ഉദ്യോഗങ്ങളും ഉപേക്ഷിക്കൽ മുതലായവ. നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ക്രിയാത്മക പ്രവർത്തനങ്ങളാണ് ഖാദി പ്രചാരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ, ഹിന്ദു മുസ്ലിം ഐക്യം മുതലായവ. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് 1921 മലബാർ കലാപമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് 1920 ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന ഖിലാഫത്ത് നേതാവാണ് മൗലാന ഷൗക്കത്ത് അലി. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1920. പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയാണ് വടക്കേ വീട്ടിൽ മുഹമ്മദ്. മലബാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയതിന് ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെട്ട നേതാക്കളാണ് ആലി മുസ്ലിയാറും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും. വാഗൺ കൂട്ടക്കൊല അഥവാ വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10. വാഗൺ ട്രാജഡിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 72. വാഗൺ ട്രാജഡി ഏത് കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മലബാർ ലഹളയുമായിട്ടാണ് വാഗൺ ട്രാജഡി ബന്ധപ്പെട്ടിരിക്കുന്നത്. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ ഗുഡ്സ് വാഗണിൽ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്കാണ് കൊണ്ടുപോയത്. നിസ്സഹകരണ സമരം ഗാന്ധി നിർത്തിവെക്കാനായിട്ടിടയായ സംഭവം 1922 ഫെബ്രുവരി 4 ചൗരി ചൗര സംഭവമാണ് ഉത്തർപ്രദേശിലെ. ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം 22. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924. സവർണ ജാതിക്ക് നേതൃത്വം നൽകിയത് മന്നത്തു പത്മനാഭനാണ്.
വൈക്കം മുതൽ തിരുവനന്തപുരം വരെയുള്ള സവർണജാഥ നടന്നത് 1924 നവംബർ 1-നാണ്. ഇത് റാണി സേതു ലക്ഷ്മിഭായിക്ക് നിവേദനം സമർപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയുള്ള സവർണജാഥ നടന്നത്. പൊതു ഇടങ്ങളിൽ അയിത്താചരണത്തിനെതിരെ ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഇത് സിവിൽ നിയമലംഘന സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരപ്രഖ്യാപനമാണ്. ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം 78 സബർമതി മുതൽ ദണ്ഡി കടപ്പുറം വരെ ഗാന്ധിജിയും അനുയായികളും കാൽനടയായിട്ട് സഞ്ചരിച്ചാണ് പോയത്. ആകെ 375 കിലോമീറ്ററോളം സഞ്ചരിച്ചു ഇവർ. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിയത് 1930 ഏപ്രിൽ 5-നും ഉപ്പു ശേഖരിച്ചുകൊണ്ട് നിയമലംഘനം നടത്തിയത് 1930 ഏപ്രിൽ 6-നുമാണ്. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിക്കൊപ്പമുണ്ടായിരുന്നത് മലയാളികളായിട്ടുള്ളവർ സി കൃഷ്ണൻ നായരും ടൈറ്റസും ശങ്കരൻ എഴുത്തച്ഛനും രാഘവ പൊതുവാളുമാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിയമലംഘന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതും ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയുമാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളെന്ന് പറയുന്നത് പയ്യന്നൂരും കോഴിക്കോടുമാണ്. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതും കെ കേളപ്പനാണ്. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. പിന്നെ പി കൃഷ്ണപിള്ളയും. അതുപോലെ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനെയാണ്. ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. വാഗൺ ട്രാജഡി മലബാർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ ഗുഡ്സ് വാഗണിൽ തിരൂറിൽ നിന്നും കോയമ്പത്തൂരിലേക്കാണ് കൊണ്ടുപോയത്. നിസ്സഹകരണ സമരം ഗാന്ധിജി നിർത്തിവെക്കാനിടയാക്കിയ സംഭവം 1922 ഫെബ്രുവരി 4 ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം 22. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്തു പത്മനാഭനാണ്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയുള്ള സവർണജാഥ നടന്നത് 1924 നവംബർ 1 റാണി സേതു ലക്ഷ്മിഭായിക്ക് നിവേദനം സമർപ്പിക്കുകയായിരുന്നു ചെയ്തത്. പൊതു ഇടങ്ങളിൽ അയിത്താചരണത്തിനെതിരെ ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും എന്ന സമരപ്രഖ്യാപനം സിവിൽ നിയമലംഘന സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയതാണ്. ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജി അനുഗമിച്ച അനുയായികളുടെ എണ്ണം 78. സബർമതി മുതൽ ദണ്ഡി കടപ്പുറം വരെ കാൽനടയായിട്ട് ഏകദേശം 375 കിലോമീറ്ററോളമാണ് അവർ സഞ്ചരിച്ചത്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തെത്തിയത് 1930 ഏപ്രിൽ 5-നാണ്. ഗാന്ധിജി ഉപ്പ് ശേഖരിച്ച് നിയമലംഘനം നടത്തിയത് 1930 ഏപ്രിൽ 6-നും. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിക്കൊപ്പമുണ്ടായിരുന്ന മലയാളികളാണ് സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവർ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിയമലംഘന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതും ഈ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെയാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയുമാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ പയ്യന്നൂരും കോഴിക്കോടുമാണ് ആയിരുന്നു. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനും. അതുപോലെ തന്നെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതും കെ കേളപ്പനെയാണ്. കോഴിക്കോട്ട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനും പി കൃഷ്ണപിള്ളയുമാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്.